ഹലോ, നമ്മളിന്ന് കുറച്ച് പായസം ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് ചൗവരി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേറെയും പേരൊക്കെ നമ്മൾ പറയും, അതെന്താണെന്നുള്ളത് അറിയില്ല. ഞാൻ എന്തായാലും കേട്ടിരിക്കുന്നത് ചൗവരി എന്ന് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം ചൗവരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ കണ്ടപ്പോൾ അല്ലേ? അപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം, പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ചൗവരി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇത് അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഇത് ഇളക്കി നന്നായിട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മുത്തുമണി പോലെ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചൗവരിയൊക്കെ റെഡിയായി വന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നേരെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൗവരി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എക്സ്ട്രാ ഒന്നും വേറെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7-8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല കുറുകിയ പരിവാക്കി എടുക്കണം. അത്യാവശ്യം ഒരു ചെറുതായിട്ടൊന്ന് കുറുകിയ പരിവാക്കി എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കുറുകിയിട്ട് വേണോ അതോ ഒരുപാട് കുറുകാതെ വേണോ എന്നൊക്കെ ഉള്ളതും നമ്മുടെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് അങ്ങ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ല മുത്തുമണി പോലെ അല്ലേ, നല്ല ക്രിസ്റ്റൽ ഗ്ലാസ് പോലെ വന്നിട്ടുണ്ട് നമ്മുടെ ചൗവരിയൊക്കെ. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടിയിട്ട് നല്ലതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം ഇവിടെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത്യാവശ്യം കുറുകിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച നമ്മുടെ മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതങ്ങിട്ട് കൊടുക്കാം. നെയ്യൊക്കെ കൂടുതലൊക്കെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് ഒഴിച്ചാൽ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്കയുടെ കുരു മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ നല്ലതുപോലെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചൗവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്, പക്ഷേ അടിപൊളിയായിരുന്നു കഴിക്കാനും വേണ്ടിയിട്ട്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.